മറക്കാനാവാത്ത മുഖമാണ് മച്ചാൻ വർഗീസിൻ്റേത്. മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ ഇഷ്ടമുള്ള നടനായിരുന്നു. തെങ്കാശിപ്പട്ടണം, പഞ്ചാബി ഹൗസ്, മീശമാധവൻ തുടങ്ങി നിരവധി സിനിമകളിലൊക്കെ അവർ അഭിനയിച്ചിട്ടുണ്ട്. സിദ്ദീഖ് ലാൽ ചിത്രമായ കാബൂളിവാലയിലൂടെയാണ് അദ്ദേഹം സിനിമയിൽ എത്തുന്നത്. തുടർന്ന് 50ഓളം സിനിമകൾ വേഷമിട്ടു. 2011 ഫെബ്രുവരിയിൽ കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് അദ്ദേഹം മരിക്കുന്നത്. അർബുദ രോഗബാധിതനായിരുന്നു അദ്ദേഹം. മരണപ്പെടുമ്പോൾ 50 വയസ്സ്. ഭാര്യ എൽസിയും മക്കളായ റോബിനും റിൻസിയും അടങ്ങുന്നതാണ് മച്ചാൻ വർഗീസിൻ്റെ കുടുംബമെന്നത്. കൊച്ചിയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. മച്ചാൻ മരിക്കുമ്പോൾ റോബിൻ പഠിക്കുകയായിരുന്നു. ഈ സമയം അമ്മ സംഘടനയടക്കം മലയാള സിനിമയിൽ നിന്ന് ലഭിച്ച സഹായങ്ങളെക്കുറിച്ച് തുറന്നു പറയുകയാണ് റോബിൻ മച്ചാൻ ഒരു യൂട്യൂബ് ചാനലിലൂടെ. അപ്പയുടെ മരണം തീരെ പ്രതീക്ഷിച്ചില്ല. കാരണം അദ്ദേഹത്തിന് അസുഖം ഭേദമായതാണ്. ആ സമയത്ത് താൻ പഠിക്കുന്നു. അമ്മ സംഘടനയിൽ നിന്നൊക്കെ വലിയ സഹായം ലഭിച്ചിട്ടുണ്ട്. അപ്പയ്ക്ക് ആശുപത്രിയിൽ 12 ലക്ഷം രൂപയുടെ ബില്ലായിരുന്നു. ചില ആളുകളൊക്കെ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് അമ്മ സംഘടന എന്തിനാണ് എന്നൊക്കെ. അമ്മ സംഘടന ചെയ്ത കാര്യങ്ങളൊക്കെ ആർക്കും അറിയില്ല. ആ സംഘടന കാരണം നിലനിന്ന് പോയ ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. ആ സമയത്ത് ദിലീപേട്ടനും മമ്മൂക്ക പോലുള്ള ഒരുപാട് പേർ സഹായിച്ചിട്ടുണ്ട്. ദിലീപേട്ടനൊക്കെ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് സഹായിച്ചത്. 2.5 ലക്ഷം ബില്ലായപ്പോൾ പെട്ടെന്നാണ് സഹായിച്ചത്. മാത്രമല്ല ലാൽ, ഷാഫി, സച്ചി എന്നിവരുടെ പ്രതിഫലം ഞങ്ങളെ സഹായിക്കാനായി എത്തിയിരുന്നു. അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അതൊക്കെ നമ്മളെ അനുഭവമാണ്. സിനിമാ രംഗത്ത് നിന്ന് ഒരുപാട് സഹായം വേറെയും ലഭിച്ചിട്ടുണ്ട്. ദിലീപേട്ടന് ഒരുമിച്ച് ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. 30ന് മുകളിൽ പടങ്ങൾ അഭിനയിച്ച് കാണണം. മമ്മൂക്കയോടൊത്ത് 2-3 സിനിമകളെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ മമ്മൂക്കയുമായി നല്ല അടുപ്പത്തിലായിരുന്നു. തൻ്റെ മേക്കപ്പ് സ്റ്റുഡിയോ ലോഞ്ച് ചെയ്തത് മമ്മൂക്ക ആയിരുന്നു. സുറുമി ആർട്ടിസ്ട്രി എന്ന പേര് അദ്ദേഹമാണ് ലോഞ്ച് ചെയ്ത് തന്നത്. എൻ്റെ മകളുടെ പേരാണല്ലോ എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. ദിലീപും മമ്മൂട്ടിയുമടക്കം ഒരുപാട് പേർ സഹായം നൽകിയതിനെക്കുറിച്ച് ഇപ്പോഴും വാതോരെ സംസാരിക്കുകയാണ് റോബിൻ മച്ചാൻ.